ഗുഡ് ഈവനിങ് ഫ്രണ്ട്സ്, എല്ലാവരും ഹാപ്പി ആയിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. നമുക്കിന്നൊരു മസാല ഷവായിയുടെ റെസിപ്പി നോക്കാം. അതിനായി വറ്റൽമുളകിൽ വെള്ളവും വിനാഗിരിയും ചേർത്ത് കുതിരാൻ വയ്ക്കുന്നു. ശേഷം നമ്മൾ ചിക്കൻ ക്ലീൻ ചെയ്തെടുത്തു. ഷവായി ചിക്കൻ ഉണ്ടാക്കാനായിട്ട് നമ്മൾ ഫുൾ ചിക്കനാണ് എടുക്കുന്നത്. ക്ലീൻ ചെയ്ത ചിക്കൻ. ശേഷം നമുക്ക് അതിന് വേണ്ടിയ ബാക്കി ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. മല്ലിയില, തക്കാളി, സവാള, ഇഞ്ചി, വെളുത്തുള്ളി. സവാളയും തക്കാളിയും ചെറുതായിട്ട് അരിഞ്ഞെടുത്തു. ശേഷം നമ്മൾ കുതിർത്തെടുത്ത വറ്റൽമുളക് മിക്സിയിലിട്ട് അരച്ചെടുക്കുന്നു. നമ്മൾ കുറച്ച് നേരത്തെ ഇട്ട് വെച്ചത് കൊണ്ട് നന്നായിട്ട് കുതിർന്നിട്ടുണ്ട് നമ്മുടെ വറ്റൽമുളക്. അത് നമ്മൾ മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കുന്നു. ഇതാ കണ്ടില്ലേ, അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ മല്ലിയില, ശേഷം നമ്മുടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിയും സവോളയും ചേർത്ത് ഒന്നുകൂടെ ഒന്ന് അടിച്ചെടുക്കുന്നു. എല്ലാം വേണ്ട എടുത്തു. ഇനി നമ്മൾ മിക്സിയിലൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കുന്നു. ഇതാ ഈ ഒരു കോമ്പോസിഷൻ വന്നു. അത് നമ്മളൊരു പാത്രത്തിലേക്ക് മാറ്റി. ശേഷം അതിലേക്ക് നമ്മൾ ബാക്കിയുള്ള പൊടികളെല്ലാം ആഡ് ചെയ്ത് കൊടുക്കുന്നു. ആവശ്യത്തിന് ഉപ്പ് ചേർത്തു. ഉപ്പ് ചേർത്ത് കൊടുക്കുന്നു. ആവശ്യത്തിന് നിങ്ങളുടെ ഒരു എന്തോരം ഉപ്പ് വേണം എന്നുള്ള ഒരു നോക്കിയിട്ട് ആ ഉപ്പ് ചേർത്ത് കൊടുക്കുക. ശേഷം നമ്മൾ മല്ലിപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നു. പിന്നെ ഗരം മസാല ചേർത്ത് കൊടുക്കുന്നു. ഗരം മസാല ചേർത്തതിന് ശേഷം നമ്മൾ അതിലേക്ക് എണ്ണ ആഡ് ചെയ്ത് കൊടുക്കുന്നു. എണ്ണ ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ക്ലീൻ ചെയ്ത് വരഞ്ഞു വെച്ചിരിക്കുന്ന ചിക്കനിലിട്ട് ഈ മസാല നന്നായിട്ട് തേച്ച് കൊടുക്കുന്നു. നന്നായിട്ട് തേച്ച് കൊടുക്കുക. മസാല നല്ല ഈവനായിട്ട് തേച്ച് കൊടുത്തതിന് ശേഷം നമ്മളത് കുറച്ച് നേരം ഫ്രിഡ്ജിൽ സെറ്റാകാൻ വയ്ക്കുന്നു. കുറച്ച് നേരം ഒരു 1-2 മണിക്കൂർ ഫ്രിഡ്ജിൽ സെറ്റാകാൻ വയ്ക്കുന്നു, മസാലയൊക്കെ ശരിക്കൊന്ന് പിടിക്കാനായിട്ട്. ശേഷം നമ്മൾ കുക്കറിൽ വെളിച്ചെണ്ണ വയ്ക്കുന്നു. നമ്മളിവിടെ കുക്കർ വെച്ചാണ് ഉണ്ടാക്കുന്നത്, ഓവനൊന്നും വെച്ചിട്ടല്ല, ഓവനോ ഗ്രില്ലൊന്നും വെച്ചിട്ടല്ല. അപ്പം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഫ്രിഡ്ജിൽ വെച്ചിരിക്കുന്ന ചിക്കൻ എടുത്തു. നമ്മുടെ കുക്കറിലോട്ട് ലേശം എണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നു. ഒത്തിരി മസാല വയ്ക്കേണ്ട, ജസ്റ്റ് ഒന്ന് കവർ ചെയ്യുന്ന പോലെ ഒന്ന് വെച്ചാൽ മതി. ശേഷം നമ്മൾ കുക്കർ അടച്ചു. ഇനി ഒരു 2-3 വിസിൽ കേട്ട് കഴിയുമ്പോഴത്തേക്കും നമുക്ക് തുറന്ന് നോക്കാം. അപ്പം നമ്മുടെ ചിക്കൻ ഒന്ന് വെന്തിട്ടുണ്ട്. ശേഷം നമ്മൾ ഒരു പാനിൽ എണ്ണ എടുത്തു. എണ്ണ ചൂടാകാൻ വെച്ചു. അതിലേക്ക് നമ്മൾ ഈ ചിക്കനെ ഒന്ന് ചെറുതായിട്ട് ഇട്ട് കൊടുത്ത് ചെറിയൊരു ഫ്രൈ പോലെ ആക്കിയെടുക്കുന്നു. ഒത്തിരി ഡീപ്പ് ഫ്രൈ അല്ല, നമ്മുടെ ചിക്കൻ ഓൾറെഡി കുക്ക്ഡാണ്, ഓൾറെഡി അത് വെന്തിട്ടുണ്ട്. നമ്മൾ ചെറുതായിട്ട് ഒരു ഫ്രൈ ആക്കുന്നു, ചെറിയതായിട്ട്, അധികം ആകേണ്ട ആവശ്യമില്ല. അതിനുശേഷം അത് ചെറുതായിട്ടൊന്ന് മറിച്ചിടുന്നു. പിന്നെ നമ്മൾ ചെറുതായിട്ടൊന്ന് മറിച്ചിടുന്നു. ഇപ്പം നമ്മുടെ കയ്യിലുള്ള സ്പൂൺ വെച്ച് എണ്ണ കോരി ഒഴിക്കാനുണ്ടെങ്കിൽ എണ്ണ ചെറുതായിട്ട് മേലേക്ക് കോരി ഒഴിക്കാം. മസാലയൊക്കെ നമുക്കൊന്ന് ചെറുതായിട്ടിടാം. ശേഷം നമ്മൾ ആ ചിക്കൻ കോരി എടുത്തു. അതിലേക്ക് നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു മസാല ഉണ്ടല്ലോ, നേരത്തെ മിക്സിയിൽ അടിച്ചെടുത്ത മസാല എണ്ണയിലേക്ക് ഇടുന്നു. ശേഷം കുക്കറിൽ ചിക്കൻ വേവിച്ചപ്പോൾ വന്ന ആ ഒരു വെള്ളവും എണ്ണയും എല്ലാം കൂടെ നമ്മൾ അതും ഈ പാനിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നു. ചെറുതായിട്ടൊരു പച്ചപ്പ് മാറുന്നത് വരെ ചെറുതായിട്ടൊന്ന് ഹീറ്റ് ചെയ്യുന്നു. ശേഷം നമ്മൾ ആ മസാല എടുത്ത് ചിക്കനിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നു. അങ്ങനെ നമ്മുടെ മസാല ചിക്കൻ ഷവായി റെഡി. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇറ്റ്സ് സോ ടേസ്റ്റി.
എല്ലാവരും ട്രൈ ചെയ്യുക. ഇതൊരു മസ്റ്റ് ട്രൈ ഐറ്റമാണ്. ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ നമ്മുടെ ഈ ചാനൽ കാണുന്ന എല്ലാവരും ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക. അത് നമുക്കൊരു പ്രചോദനമാണ്. അപ്പോൾ ഹാവ് എ നൈസ് ഈവനിങ്. ബൈ ബൈ.